നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ ഡു ബ്രസീലിൽ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് കോർട്ടിബയെ പരാജയപ്പെടുത്തിക്കൊണ്ട് സാന്റോസ് റൗണ്ട് ഓഫ് 16 കടന്നിരിക്കുകയാണല്ലോ. ആ കളിയിൽ നെയ്മറുടെ വക ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു. ഏതായാലും നെയ്മർ ജൂനിയറോട് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എതിർ ടീമിൻ്റെ ആരാധകർ ചാൻറ്റ് ചെയ്യുകയാണ്, നിങ്ങൾ വേൾഡ് കപ്പിന് പോവില്ല. അതിനൊരു കിടിലൻ മറുപടി നെയ്മർ അവർക്ക് കൊടുക്കുന്നുണ്ട്. നോക്കുക, കോർട്ടിബ തോറ്റു പുറത്തായതിനു ശേഷമാണ് നെയ്മറെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ ഇങ്ങനെ ചാൻറ്റ് ചെയ്യുന്നത്. നെയ്മർ കളിക്കളം വിടുന്ന സമയത്ത് യു വോണ്ട് ഗോ ടു ദി വേൾഡ് കപ്പ്, നീ വേൾഡ് കപ്പിന് പോകൂലടാ, നിന്നെ ടീമിലെടുക്കൂല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ്. അപ്പോൾ നെയ്മറുടെ മറുപടി, ശരി ആയിക്കോട്ടെ, ആൻഡ് യു വിൽ സ്റ്റേ അറ്റ് ഹോം, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും. അതായത് ഈ ടൂർണമെൻറ്റിൽ മുന്നോട്ട് പോകില്ലല്ലോ, കോർട്ടിബ പുറത്തായല്ലോ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കും, ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള വായടപ്പൻ മറുപടിയാണ് എന്തായാലും നെയ്മർ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വീഡിയോ പോലെ രൂപത്തിൽ വൈറലാണ്. എന്തായാലും കളിക്ക് ശേഷം നെയ്മർ ജൂനിയർ പറഞ്ഞു, വളരെ സന്തോഷവാനാണ്, ഹാപ്പി നൗ, ഹോപ്പ് ദെയർ വിൽ ബി മോർ ഇൻ ഫ്യൂച്ചർ. തീർച്ചയായിട്ടും ആരാധകരുടെ പിന്തുണക്ക് വലിയ സന്തോഷമുണ്ട് എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഇനി വേൾഡ് കപ്പ് ടീമിൽ നെയ്മർ എടുക്കുമോ ഇല്ലയോ, അത് ആഞ്ചലോട്ടി തീരുമാനിക്കേണ്ട കാര്യമാണ്. ബ്രസീലിയൻ മാധ്യമങ്ങൾ പലരും പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നൽകുന്നത്. ആഞ്ചലോട്ടി ഒഴിവാക്കില്ല എന്നൊക്കെ പറയുന്നു. ഏതായാലും സമീപകാലത്ത് നെയ്മറുടെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ സ്ക്വാഡിലേക്ക് എടുക്കേണ്ടതാണ്. പൂർണ്ണ ഫിറ്റാണെന്നുള്ളത് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ്. ഇപ്പോൾ സാന്റോസിനായിട്ട് അദ്ദേഹം കളിച്ച അവസാനത്തെ 18 കളികളിൽ നിന്ന് 16 ഗോൾ കോൺട്രിബ്യൂഷൻസ് നെയ്മർ നേടിയിട്ടുണ്ട്. 11 ഗോളുകളും 5 അസിസ്റ്റുകളും. ഏതായാലും നെയ്മർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.